എന്താ ശീതള ഓളടിച്ചല്ലോ. ഓഹോ, എന്തായാലും 40,000 രൂപ കിട്ടിയല്ലോ. സന്തോഷമായില്ലേ? രാവിലെ തന്നെ ചെക്ക് കിട്ടിയായിരുന്നു. പിന്നെ ബാങ്കിൽ പോയി മാറണവരെ ഞാൻ ഇവരുടെ കൂടെ തന്നെ നിക്കായിരുന്നു സർ. രാവിലെ മുതൽ ഈ സമയം വരെ പുള്ളി ഉണ്ട് കൂടെ. എന്തൊക്കെ സാധനങ്ങളാ മേടിച്ച് കഴിക്കണേ. പക്ഷെ മന്മഥനന്ന് ഞങ്ങളോട് പറഞ്ഞത് 3-4 ലക്ഷം രൂപ കിട്ടുമെന്നാണല്ലോ. കിട്ടുമായിരുന്നു. പക്ഷെ കോടതിയിൽ ഇദ്ദേഹം എന്തൊക്കെയാ കാണിച്ചത്? അല്ല, അദ്ദേഹത്തിന്റെ അഭിനയം ശരിയായിരുന്നില്ല, അതാണ്. അഭിനയിക്കാതെന്താ ഷേക്സ്പിയറിന്റെ നാടാ. ഇതിപ്പോ നമ്മുടെ ബില്ലാണ്. 42 രൂപ വരും കേട്ടോ. ഓ, ഇതെന്തിന്റെ ഞങ്ങൾക്ക് തരാനുള്ളതാണോ? അല്ല, നിങ്ങൾ ഇങ്ങോട്ട് തരാനുള്ളതാ. ഫീസാണത്. അങ്ങോട്ട് തരാനുള്ള എത്ര? അത് വായിക്കും. 42,000 രൂപ അതെങ്ങനെ ശരിയാവും? എന്താ ഞങ്ങൾക്ക് ആകെ കിട്ടിയത് 40,000. പിന്നെ ഇനി 2,000 രൂപ ഞങ്ങൾ ഇനി ഇട്ട് തരണോ? അത് വേണ്ട, നിങ്ങളെ 2,000 കുറച്ചോളൂ, ബാക്കി 40 തന്നാ മതി. 5,000 രൂപ വക്കീൽ ഫീസ് മതി എന്നാണ് അന്ന് മന്മഥൻ എന്ന് പറഞ്ഞ ആ സുഹൃത്ത് പറഞ്ഞത്. അത് തന്നെ. അത് ഒരു സിറ്റിങ്ങിന്. അത് നമ്മളോട് പറഞ്ഞോ? ഇല്ല. അതെ, ഇപ്പൊ 10 സിറ്റിംഗ് കഴിഞ്ഞു. അപ്പൊ ശരിക്കും 50,000 രൂപ ആവും. പിന്നെ സാറിന്റെ നല്ല മനസ്സുകൊണ്ട് 20,000 കുറച്ച് അത് 30,000 ആക്കി. പിന്നെ ഈ ഓഫീസ് എക്സ്പെൻസിന്റെ 12,000, അങ്ങനെ മൊത്തം 42,000. അതൊന്നും 2,000 കുറച്ചു, 40 മതി. ഓ, അങ്ങനെ നിങ്ങളുടെ കണക്കൊക്കെ ശരിയായി. ഒരു കൊല്ലത്തിൽ കൂടുതലായി ഞങ്ങൾ ഈ കാര്യവും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ നടക്കണേ. അതും കഴിഞ്ഞ് ആകെ കൂടി കിട്ടിയ ഞങ്ങളുടെ ഈ കാശും നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ എന്താ ഏത്? ഇതിൽ പറഞ്ഞ പൈസ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുമായിരുന്നല്ലോ. കോടതിയിൽ ഇയാൾ എന്തൊക്കെയാ കാണിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? കോടതിയിൽ നന്നായിട്ട് അഭിനയിക്കണം. കേസ് അത്രയും വിലപ്പെട്ടതാണെന്ന് അറിഞ്ഞാലാണ് ആ കാശ് കിട്ടുക. ഇതൊക്കെ ഇവിടുന്ന് പഠിപ്പിച്ചു വിട്ടതാണല്ലോ. ഇതിന്റെ പേരിൽ ഇനി ഒരു നയാ പൈസ ഞാൻ തരില്ല. വേണമെങ്കിൽ ഒരു 5,000 രൂപ കൂടി അങ്ങോട്ട് തരാം. 5,000 രൂപ മാഷ് കയ്യിൽ വെച്ചാൽ മതി. എന്റെ ബില്ല് വാങ്ങിച്ചെടുക്കാൻ എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്താ അവര് പറയണേ? ചേട്ടനൊന്നും മിണ്ടാതിരിക്കാമോ? നമ്മൾ പൈസ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. അല്ല, ഇല്ല, എന്നാലും ഒരു മാന്യത ഉണ്ടല്ലോ. സുഗത, അതെ, വക്കീൽ ഫീസ് എങ്ങാനും കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും. ആ കാശെടുത്ത് കൊടുക്കണോ? പൈസ എടുക്കാം. എന്നോടാ കളി. ഞങ്ങൾ ഒരു കൊല്ലം നടന്നതാ. ഞങ്ങളുടെ ഫീസ് തരുന്നത് നിങ്ങൾക്ക് എന്തിനാ അത്ര വലിയ ദണ്ണം? ഇത് നിങ്ങൾക്ക് ശമ്പളം കിട്ടിയ പൈസ ഒന്നുമില്ലല്ലോ. നിങ്ങളെ വണ്ടി ഇടിച്ച ചക്കന്റെ പണമല്ലേ? എന്റെ സുഹൃത്തെ, ഈ അപകടത്തിൽപ്പെട്ട എനിക്കോ അല്ലെങ്കിൽ ആ വണ്ടി ഇടിച്ച അയാൾക്കോ ഇല്ലാത്ത ധരണം പിന്നെ നിങ്ങൾക്ക് എന്തിനാ? ഈ കാശ് നിങ്ങളാണല്ലോ ഇപ്പൊ മേടിച്ചു വെച്ചേ. എന്താ ഇയാള് പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഞങ്ങൾ ജോലി എടുത്ത പൈസയല്ലേ? നിങ്ങൾ ആ പൈസയും കൊണ്ട് അങ്ങ് പോയി തിന്നോ. പക്ഷെ ഒരു കാലത്ത് നിങ്ങൾ ഗുണം പഠിക്കൂല. പുഴുത്തേ ചാവൂ. വേണ്ട, ഇത് ആ പയ്യന് നമ്മൾ കൊടുത്ത വാക്ക് തെറ്റിച്ചതിന് ദൈവം തന്ന ശിക്ഷ. മതി, വാ, എല്ലാം അവസാനിപ്പിക്കാം. ഇന്നത്തോടെ തീരുമല്ലോ. വാ.